കൊപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് ഈവനിങ്. ഖത്തറിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന വോയിസ് ഓഫ് കേരള 1152 AM ഖത്തർ സെഗ്മെന്റിലെ ഖത്താറ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഖത്താറയിൽ ദോഹയിലെ ഒരു കൊച്ചുമിടുക്കി സാന്ദ്ര മറിയ ബിനോയ് ആണ്. വെൽക്കം സാന്ദ്ര, ഖത്താറയിലേക്ക് ഹാർദവമായ സ്വാഗതം. സാന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. എവിടെയാണ് സാന്ദ്രയുടെ വീട് നാട്ടില്? എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി എവിടെയാണ് പ്രോപ്പർ? നടക്കിപ്പാടം. എത്ര കാലമായി സാന്ദ്ര ദോഹയിൽ വന്നിട്ട്? ദോഹ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ തന്നെയായിരുന്നു. ജനിച്ചു തന്നെ എവിടെയാണോ? ഓക്കെ. ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 9. എങ്ങനെയാണ് സാന്ദ്ര ഈ സംഗീതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? ചെറുപ്പം മുതലേ പാടുമായിരുന്നോ? ആരാണ് സാന്ദ്രയെ പ്രോത്സാഹിപ്പിച്ചത്? എന്താണ് സാന്ദ്രയുടെ സംഗീതത്തിലുള്ള അഭിരുചിയുടെ കാരണങ്ങൾ? ഞാൻ ചെറുതായിരുന്നപ്പോൾ പപ്പ സ്റ്റേജിന് മുകളിൽ പാടാൻ വേണ്ടിട്ട് കയറ്റി വിടുമായിരുന്നു. അങ്ങനെ പാടിപ്പാടി നിർബന്ധിച്ച് പപ്പയുടെ ഫോഴ്സ് ഉണ്ടായിരുന്നു അല്ലെ? ആരാണ് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരാറ്? ആരാണ് പാട്ടുകൾ പഠിപ്പിച്ചു തരാറ്? ഞാൻ തന്നെ പഠിക്കും. വല്ല കറക്ഷൻസ് ഉണ്ടെങ്കിൽ പപ്പയും അമ്മ ഇരുന്ന് കറക്റ്റ് ചെയ്ത് തരും. ഏതൊക്കെ പാട്ടുകളോടാണ് സാന്ദ്രക്ക് ഇഷ്ടം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. സിനിമാ ഗാനങ്ങൾ, ഡിവോഷണൽ സോങ്സ്, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, ഇതിലൊക്കെ ഏതാണ് കൂടുതൽ ഇഷ്ടം? ഇതിൽ കൂടുതൽ ഞാൻ പാടാറുള്ള ഡിവോഷണൽ ആണ്. ഓക്കെ. സിനിമാ ഗാനങ്ങൾ നന്നായിട്ട് പാടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പല വേദികളിലും സാന്ദ്ര മനോഹരമായിട്ട് പാടുന്നത് നമ്മൾ കേട്ടിരുന്നു. ശ്രോതാക്കൾക്ക് വേണ്ടി സാന്ദ്ര ഏതെങ്കിലും ഒരു സിനിമാ ഗാനത്തിന്റെ ഒരു 4 വരി ഒന്ന് പാടാവോ? ശാരികേ ഇൻ ശാരികേ മാതളപ്പു പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പു പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി. ശാരികേ ഇൻ ശാരികേ. താങ്ക് യു സാന്ദ്ര, വളരെ മനോഹരമായിട്ട് പാടുന്നു. ശാരിക എന്ന സോങ് എന്നാണ് പഠിച്ചത്? ഞാനൊരു വിദ്യ ആർട്സ് എന്ന് പറഞ്ഞൊരു കൾച്ചറൽ അസോസിയേഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പാടാനാണ്. അതിന്റെ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ട് അല്ലേ? നൂവും പൂഴും തീ
സാന്ദ്ര മറിയ ബിനോയ്. ഈ മറിയ അമ്മയാണോ? അല്ല, ആരാണ്? എന്റെ പള്ളിയിലെ പേരാണ്. പള്ളിയിലെ പേരാണ്. ഓക്കെ. ബിനോയ് പിന്നെ എന്റെ അച്ഛന്റെ അച്ഛനാണ്. അപ്പൊ അമ്മയുടെ പേരിൽ വേണ്ടേ? അത് അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അച്ഛൻ QEWCയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഒരു 20 വർഷം. വെറും 20 വർഷമായിട്ടല്ലേ? അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? അമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാ? നേഴ്സാണ്. അഹമ്മദിൽ. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? വേറെ സിസ്റ്റേഴ്സ് ആരൊക്കെയാ? എനിക്ക് 2 അനിയത്തിമാരുണ്ട്. രണ്ടാളും ഇങ്ങനെ മിടിക്കുമാരാണോ? നന്നായിട്ട് പാടുന്നവരാണോ? അതെ, ഒരാള് എന്റെ തൊട്ടടുത്ത അനിയത്തി പാടുന്നുണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ ഓക്കെ. അന്ന് ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞ? ഞാൻ 9th പഠിക്കുന്നത്. ഏത് സ്കൂളിൽ? MES ഇന്ത്യൻ സ്കൂൾ. MES ഇന്ത്യൻ സ്കൂൾ. ഓക്കെ. ഈ സംഗീതത്തിന് പുറമെ വേറെന്തൊക്കെ കലകളിലാണ് സാന്ദ്രക്ക് താല്പര്യം? ഡാൻസ്. എല്ലാത്തരം ഡാൻസും ചെയ്യോ? ഏതൊക്കെ? മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം ചെയ്യാറുണ്ട്. ഈ സ്കൂളുകളിലെ മത്സരങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രൈസാണ്? ഇപ്പോൾ നമുക്ക് ഗൾഫിലാവുമ്പോൾ നമുക്കറിയാം ഇവിടെ മത്സരങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. നാട്ടിലെ പോലെ തന്നെ യുവജനോത്സവം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് അങ്ങനെ ആ ലെവലിലൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ. സ്കൂളുകളുടെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറില്ലേ? എന്തൊക്കെ പ്രൈസാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്? സ്കൂളില് മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പാട്ടിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. സ്കൂളില് ഏത് പാട്ടുകളാണ് പാടാറുള്ളത്? സ്കൂളില് മോസ്റ്റ്ലി മെലോഡീസ് ആയിട്ടുള്ള പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? അടിപൊളി പാട്ടുകളൊന്നും ഇഷ്ടമാണ്? അതും പാടാറുണ്ട്. ഈ ഡിവോഷണൽ പള്ളിയിലൊക്കെ പാടാറുണ്ടോ? ഞാൻ പള്ളിയിൽ നിന്നാണ് ആക്ച്വലി പാട്ട് പഠിച്ചത്. പള്ളിയിലെ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്ത് അതിൽ ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് പപ്പ എന്നെ പാട്ടിന്റെ ക്ലാസ്സിന് വിടാൻ തുടങ്ങിയത്. അപ്പൊ പപ്പയ്ക്ക് ആദ്യം ഞാനൊരു പാട്ടുകാരിയാണെന്ന് സ്വയം തെളിയിച്ചു കൊടുക്കായിരുന്നില്ല. അതിനുശേഷമാണ് പിന്നെ പപ്പ സാന്ദ്രയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് പിന്നെ പപ്പ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു അല്ലേ? ശരിയല്ലേ? അതിന് മുമ്പേ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഈ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ പാടുമായിരുന്നോ? അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാട്ട് കേൾക്കുമ്പോ അവിടുന്ന് ഓടുമായിരുന്നോ? അങ്ങനെ ഇല്ലായിരുന്നു. പാടിക്കൊണ്ട് കിടക്കായിരുന്നു. ഇടയ്ക്ക് വലിയ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പാടുന്നതില്. അമ്മ പാടും. അമ്മയുടെ ഫാമിലി ലൈനിൽ നിന്നാണ് പാട്ട് കിട്ടിയത്. അച്ഛൻ പ്രോത്സാഹിപ്പിക്കും, അമ്മ പാട്ട് പഠിപ്പിച്ചു തരും, സാന്ദ്ര പാടും. ഇനി സാന്ദ്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സാന്ദ്രയുടെ മനോഹരമായ ഒരു ഗാനം ആസ്വദിക്കാം. ചെല്ലത്താമരി ചെറുചിരി ചുണ്ടിൽ ചൂടിയും